കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകി വിടവാങ്ങിയ മൂലങ്കുഴി ഭാസ്കരൻ 55 വർഷം ടാഗോർ ലൈബ്രറിയുടെ പ്രസിഡന്റ് ആയിരുന്ന VU ചന്ദ്രശേഖരൻ പിള്ള എന്നിവരുടെ സംശുദ്ധവും നിസ്വാർത്ഥവും സത്യസന്ധമായ പ്രവർത്തനശൈലി അനുസ്മരിച്ചുകൊണ്ടും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും സഹപ്രവർത്തകരും ലൈബ്രറി പ്രവർത്തക സമിതി അംഗങ്ങളായ CS ജോസഫ്, MR ശശി എന്നിവർ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ പ്രസംഗിച്ചു. ലൈബ്രറി പ്രസിഡന്റ് U ഉബൈദ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ടാഗോർ ബാലവേദി വൈസ് പ്രസിഡന്റ് മൻസൂർ മുഹമ്മദ് പ്രാരംഭഗാനം ആലപിച്ചു. ലൈബ്രറി സെക്രട്ടറി PP ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് പ്രസിദ്ധ ധനതത്വ ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ റമീസ് റഹ്മാൻ പശ്ചിമേഷ്യൻ യുദ്ധവും കേരള സമ്പദ്ഘടനയും പ്രത്യാഘാതങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ സുദീർഘമായ പ്രഭാഷണം നടത്തി. കത്തി നശിച്ചുപോയി. ആ സമയത്ത് തന്നെ ലണ്ടനിന്റെ മുഖച്ഛായ മാറ്റിയ ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനിന്റെ പേരിൽ നിന്ന് കടമെടുത്തിട്ടാണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ ഇവിടെ എന്ന് ഈ ഒരു സംഭവത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കെടുകാര്യസ്ഥത എന്ന് മലബാർ ട്രിബ്യൂൺ പോലുള്ള ഇവിടുത്തെ പത്രങ്ങളിൽ വന്നതോട് കൂടിയിട്ട് മെഡ്രാസ് ട്രിബ്യൂൺ പോലുള്ള പത്രങ്ങളിൽ വന്നതോട് കൂടിയിട്ടാണ് കളക്ടർ വളരെ ധൃതി പിടിച്ചിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ബസലിക്കയുടെ ഒരു തൂൺ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി നാട്ടിയിട്ടുള്ളത്. അതിന്റെ മുകളിൽ പേര് എഴുതിയിട്ടുമുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പല രേഖകളും അന്ന് കത്തിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊച്ചിക്കാർക്ക് ഇത് പലതും അറിയില്ല. ഓക്കെ, ഞാൻ ഈ കൊച്ചിൻ കോളേജിൽ വന്ന ഉടനെ തന്നെ വളരെ ആവേശത്തോടു കൂടി കുട്ടികൾ, ഞാൻ വിഷയത്തിലേക്ക് വരാം, ഞാനൊരു ഇത് പറഞ്ഞതാണ്. കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മൂലങ്കുഴി ഭാസ്കരന്റെ മരുമകൻ രമേശ് ബാബു, VU ചന്ദ്രശേഖരൻ പിള്ളയുടെ മക്കളായ ശ്രീകുമാർ, ജയകുമാർ, ലൈബ്രറി പ്രവർത്തകർ, വായനക്കാർ, ജില്ലാ കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം CV സോമൻ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ ടാഗോർ വനിതാവേദി അധ്യക്ഷ സുസ്മിത മേനോൻ പരിപാടികളുടെ അവതരണവും ഞാൻ പറഞ്ഞു, ചന്ദ്രചേട്ടനെ കുറിച്ച് എനിക്ക് വളരെ വൈകാരികമായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യം പറയാൻ ശശിക്കുണ്ടാവും. ശശി അത് പറയട്ടെ, ഞാൻ മുല്ലക്കുഴിച്ചേട്ടനെ കുറിച്ച് പറയാം എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഈ രണ്ട് പേരെയും ടാഗോർ ലൈബ്രറി നിലനിൽക്കുന്നിടത്തോളം കാലം മറക്കാനാവാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരുടെയും അവസാന കാലഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന് കുറേയധികം കാര്യങ്ങൾ ചെയ്യുവാനും കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ രണ്ടുപേരുടെയും ഓർമ്മകൾ നമ്മൾ അയവിറക്കുമ്പോൾ അനുസ്മരണ പ്രഭാഷണം, അതുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണ പരിപാടി കൂടി തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ അവരെയൊക്കെ മാതൃകയാക്കുവാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ ഈ സമയമൊക്കെ സാർത്ഥകമാകും. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട റമീസ് സാറോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷയം ഏറെ പ്രസക്തമായൊരു വിഷയമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ സമ്പദ്ഘടനയുണ്ടാക്കിയ വെല്ലുവിളികൾ, അതിന് നേട്ടങ്ങൾ, സാധ്യതകളൊക്കെയാണ് പറയുക. പശ്ചിമേഷ്യയിലെ സംഘർഷം നടന്നപ്പോഴൊക്കെയും അതിനെ സംബന്ധിച്ച് സഹതപിച്ചിട്ടുണ്ട് നാം. ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിലെങ്കിലും എഴുതിയിട്ടുണ്ട്, ചില സ്റ്റാറ്റസുകൾ ഇട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ മതപരമായ ചർച്ചകൾ. തോറ്റവരാണ് ബോംബുകൾ വർഷിച്ചിട്ടുള്ളത്, തോറ്റുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇതെല്ലാം, ഈ ചരിത്രവും ഇതെല്ലാം മതമാണ്, ജാതിയാണ്, മതമാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നടക്കുന്നതും ആ തരത്തിൽ തന്നെയാണ് കാണേണ്ടത്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇന്ന് യുദ്ധവിരുദ്ധ നിലപാടെടുക്കാൻ ഇതെല്ലാം പറയുമ്പോൾ അതും പറയണമല്ലോ, അതിൻ്റെ കുറവാണല്ലോ. യുദ്ധവിരുദ്ധ നിലപാട് എടുക്കാൻ കഴിയുന്ന ഒരു സാർവദേശീയ രാഷ്ട്രീയ ഭരണകൂട സംവിധാനത്തിൻ്റെ കുറവ് ഈ യുദ്ധത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആർക്കിടപെടാൻ കഴിയും? നമ്മളിവിടുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. കോപ്പ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇന്നലെ യുദ്ധം നടത്തി, ഇന്നലെ യുദ്ധത്തിൽ പറഞ്ഞത് അതൊരു ഒരു സ്മരണ, ഒരു ഓർമ്മ പുതുക്കിയ യുദ്ധമാണെന്നാണ് കക്ഷി പറയുന്നത്. ഞാൻ കേട്ടിട്ടില്ല. നന്ദി പ്രകാശനവും നിർവഹിച്ചു.